ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. പരിശുദ്ധമായ അവസാനത്തെ വെള്ളിയാഴ്ച പഴയന്നൂർ ബദ്രിയ മസ്ജിദിൽ ജുമാ നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പരിശുദ്ധ റംസാനിന്റെ അവസാന വെള്ളിയാഴ്ചയായിരുന്നു ഇന്ന്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളുടെ ഇടയിൽ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം ഏറെ മഹത്വമേറിയതാണ്. വിശ്വാസികൾ വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് പ്രത്യേക പ്രാർത്ഥനയും നടത്തി. പാപമോചനത്തിനായി മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന വ്രതാനുഷ്ഠാനത്തിന്റെ അവസാന നാളുകൾ. പവിത്രമായ ദിനങ്ങളെക്കുറിച്ച് പഴയന്നൂർ ബദ്രിയ മസ്ജിദ് ഇമാം അബ്ദുൾ റഷീദ് അൻവരി എരിമയും ഉത്ബോധന പ്രഭാഷണം നടത്തി. അവന്റെ ഇച്ഛകളെയും അവന്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഞാൻ തടഞ്ഞു വെച്ചു. എനിക്ക് നല്ലപോലെ വഴിപ്പെട്ടവനാണ് എന്ന് നോമ്പ് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമ്പോൾ റബ്ബിനോട് പറഞ്ഞ് നമുക്ക് നോമ്പ് സ്വർഗം വാങ്ങിച്ചു തരുമെന്നാണ്. അതുപോലെ തന്നെ ഖുർആൻ അപ്രകാരം തന്നെ ഖുർആൻ പറയും അല്ലാഹുവേ, ഈ മനുഷ്യൻ ഉറക്കമൊഴിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തവനാണ്, അവന്റെ ഉറക്കത്തെ ഞാൻ തടഞ്ഞവനാണ്. അതുകൊണ്ട് അല്ലാഹുവേ, എനിക്ക് നീ ഇവന്റെ കാര്യത്തിൽ ശുപാർശ ചെയ്യുവാൻ അനുമതി നൽകണമേ എന്ന് നോമ്പും ഖുർആനും പറയുമ്പോൾ അവർ രണ്ടുപേർക്കും അല്ലാഹു തആല ഈ നരകത്തിൽ കടക്കാൻ പോകുന്ന ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ്. അപ്പൊ മനുഷ്യനെ നാളെ പാരതീകമായ പ്രയാസങ്ങളിൽ നിന്ന് നോമ്പിന്റെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമ്പോൾ ആ ഒരു രീതി നാം എത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. നോമ്പിന്റെ പ്രതിഫലം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരത്തിൽ അത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും തുടർന്ന് ഭക്തിനിർഭരമായ പ്രാർത്ഥനയിൽ പങ്കെടുത്താണ് വിശ്വാസികൾ മടങ്ങിയത്. CCV ന്യൂസ്, ചേലക്കര.